Welcome to another class on BTech Mathematics. ഇത് നമ്മൾ GMAT 301 ഫസ്റ്റ് മൊഡ്യൂളിൻ്റെ നമ്മളുടെ ലാസ്റ്റ് ഒരു ടോപ്പിക് നമ്മൾ ഡിസ്ട്രിബ്യൂഷൻസിന് പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻസിൽ ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ പോയിസൺ ഡിസ്ട്രിബ്യൂഷൻ ഒക്കെ പഠിച്ചു. ഇനി രണ്ട് വേരിയബിൾ വന്നാൽ നമ്മൾ ഇത്രയും നേരം ഡിസ്കസ് ചെയ്തത് സിംഗിൾ വേരിയബിളിൻ്റെ കേസാണ്. ടു വേരിയബിൾ അതിന് ബൈവേരിയേറ്റ് എന്ന് പറയും. ടു വേരിയബിൾസ് വന്നാൽ എങ്ങനെയാണ് നമ്മൾ ഇതിലെ ക്വസ്റ്റ്യൻസ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ ഡെഫിനിഷൻസ് ഒന്നും ഞാൻ കൂടുതലായിട്ട് പറയുന്നില്ല. വളരെ ഇമ്പോർട്ടൻ്റ് ആയ രണ്ട് ക്വസ്റ്റ്യൻസ് ആ രീതിയിലാണ് നമുക്ക് എക്സാമിന് ഉണ്ടാവുക. ആ ക്വസ്റ്റ്യനിലൂടെ നിങ്ങൾക്ക് ഏതൊക്കെ രീതിയിലാണ് ഡെഫിനിഷൻസ് വരിക എന്നുള്ളത് കൃത്യമായിട്ട് പറഞ്ഞുതരാം. അപ്പോൾ ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഞാനൊരു ക്വസ്റ്റ്യനിലൂടെയാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. നമ്മൾ പറഞ്ഞ കാര്യങ്ങൾ നമ്മൾ PMF പറഞ്ഞിരുന്നു. ഇവിടെ നമുക്കത് ജോയിൻറ്റ് PMF ആയിരിക്കും. കാരണം എന്തുകൊണ്ടാണ്? രണ്ട് വേരിയബിൾ ഉള്ളതുകൊണ്ട്. നമ്മളിവിടെ പറയുക ജോയിൻറ്റ് PMF ഓഫ് എക്സ് കോമ വൈ എന്നാണ് പറയുക. കാരണം നമുക്ക് എക്സിൻ്റെ കൂടെ ആരും കൂടി ഉണ്ട്, വൈയും കൂടി ഉണ്ട്. അങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ആണ് ഇവിടെ ഉണ്ടാവുക. അപ്പോൾ അതിൻ്റെ ടേബിൾ എങ്ങനെ വരയ്ക്കും? ആ ടേബിൾ വെച്ചിട്ട് നമുക്ക് രണ്ട് ഡെഫിനിഷൻസ് പഠിക്കാനുണ്ട്. മാർജിനൽ പ്രോബബിലിറ്റി മാസ് ഫംഗ്ഷൻ ഓഫ് എക്സ്, അതേപോലെ മാർജിനൽ പ്രോബബിലിറ്റി മാസ് ഫംഗ്ഷൻ ഓഫ് വൈ. അതെങ്ങനെയാണ് ചെയ്യേണ്ടതെന്നുള്ള കൃത്യമായിട്ട് ഒരു ടേബിളിലൂടെ നിങ്ങൾക്ക് പറഞ്ഞു തരാം. അതേപോലെ ഇൻഡിപെൻഡൻ്റ് ആണോ എന്ന് ചെക്ക് ചെയ്യാനുള്ള ഒരു കണ്ടീഷൻ, അതും ആണ് ഈ ക്വസ്റ്റ്യനിൽ നമ്മൾ ഡിസ്കസ് ചെയ്ത്. അതേപോലെ മീൻ എങ്ങനെ കണ്ടുപിടിക്കാം, ഇത്രയും കാര്യങ്ങളാണ് പ്രധാനമായിട്ടും ഈ ഒരു ഏരിയ എന്ന് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ ഒറ്റ ക്വസ്റ്റ്യൻ, നമുക്കൊരു സിമ്പിളായിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ എടുത്തിട്ട് അതിൽ ഈ കാര്യങ്ങളെല്ലാം കൂടി പറഞ്ഞു പോകുന്നതാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഒരു പ്രാവശ്യം എക്സാമിന് ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ഇതായിരുന്നു. നമുക്ക് P(x, y) ആയിട്ട് അവർ തന്നിരുന്നത് ഇതാണ്: C × 2x + 3y. എക്സ് എടുക്കുന്ന വാല്യൂസ് എന്ന് പറയുന്നത് നമുക്കറിയാം, അത് ഡിസ്ക്രീറ്റ് ആണ്. ദെൻ വൈ എടുക്കുന്ന വാല്യൂസ് 1, 2, 3 ഇങ്ങനെയായിരുന്നു തന്നത്. അപ്പോൾ ഒരു ഇതിൽ നിങ്ങൾക്ക് കണ്ടാൽ തന്നെ അറിയാം എക്സും വൈയും ഉണ്ട്. അപ്പോൾ ഇങ്ങനെ ക്വസ്റ്റ്യൻ തന്നിട്ട് ഇതിന് പല ക്വസ്റ്റ്യൻസ് ചോദിക്കാം. സിയുടെ വാല്യൂ കണ്ടുപിടിക്കാൻ, അതിൻ്റെ ഡിസ്ട്രിബ്യൂഷൻ എഴുതാൻ, അതേപോലെ ഞാൻ ഈ പറഞ്ഞ മാർജിനൽ പ്രോബബിലിറ്റി മാസ് ഫംഗ്ഷൻ PMF ഓഫ് എക്സും വൈയും ഇൻഡിപെൻഡൻ്റ് ആണോ, മീൻ ഓഫ് എക്സ്, മീൻ ഓഫ് വൈ, ഇത്രയും കാര്യങ്ങളാണ് മെയിനായിട്ട് ചോദിച്ചിട്ടുള്ളത്. പിന്നെ ജനറലായിട്ട് P(x + y) ≤ സം വാല്യൂ ക്വസ്റ്റ്യൻസും കണ്ടിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനത്തെ ഒരു ക്വസ്റ്റ്യൻ വന്ന് ആദ്യം നിങ്ങൾ ഇതിനെ ഒന്ന് ടേബിളിലോട്ട് മാറ്റും. നമുക്കറിയാം നേരത്തെ ഒക്കെ നമ്മൾ വരച്ച ടേബിളിൽ ഒരാളെ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഇവിടെ എക്സും വൈ ഉള്ളതുകൊണ്ട് തന്നെ നമ്മൾ ടേബിൾ ഒരു പ്രത്യേക രീതിയിലാണ് വരയ്ക്കുന്നത്. ഇവിടെ എക്സ് കൊടുക്കുന്നു, ഇവിടെ വൈ കൊടുക്കുന്നു. എക്സിൻ്റെ വാല്യൂസ് നമ്മൾ 0, 1, 2 താഴോട്ട് കൊടുത്തു. വൈൻ്റെ വാല്യൂസ് 1, 2, 3. അവിടെ നിങ്ങൾ അഡീഷണലായിട്ട് ഒരൊറ്റ ബോക്സും കൂടി ഉണ്ട്. നമുക്കതിൽ കൃത്യമായിട്ട് വാല്യൂസ് എഴുതാനുണ്ട്. അതിന് വേണ്ടിയിട്ടാണ്. അത് നമുക്ക് മാർജിനൽ എങ്ങനെയാണെന്നുള്ളത് ചെയ്യുന്ന സമയത്ത് പറഞ്ഞുതരാം. ഓക്കെ, അപ്പോൾ ഇപ്പം നമ്മളുടെ ഏകദേശം നമ്മളുടെ ടേബിൾ ഇവിടെ സെറ്റ് ആയിട്ടുണ്ട്. ടേബിൾ നമുക്കിനി കൃത്യമായിട്ട് വാല്യൂസ് കൊടുത്താൽ നമുക്ക് ആൻസർ ചെയ്യാൻ പറ്റും. അപ്പോൾ ഇവിടെ നോക്കുക, ഇവിടെ ഫസ്റ്റത്തെ വാല്യൂ ഫില്ല് ചെയ്യണം. അതിന് നമ്മളുടെ ക്വസ്റ്റ്യനിലോട്ട് പോവുക. ക്വസ്റ്റ്യനിൽ P(x, y) പറഞ്ഞത് C × 2x + 3y. അപ്പോൾ ഇവിടെ വരുന്ന വാല്യൂ എന്ന് പറഞ്ഞാൽ എക്സ് 0ഉം വൈ 1ഉം ആയിരിക്കും. അപ്പോൾ ഇതിൽ എക്സിന് 0ഉം വൈക്ക് 1ഉം കൊടുത്താൽ എന്ത് വരും? എക്സിന് 0, വൈക്ക് 1ഉം കൊടുത്താൽ 3c എന്ന് വരും. അപ്പോൾ ഇവിടെ നമുക്ക് വരുന്ന വാല്യൂ എന്തായിരിക്കും? 3c. ഇതേപോലെ നമ്മൾ ഓരോന്നായിട്ട് ഫില്ല് ചെയ്യുക. എക്സിന് 0ഉം വൈക്ക് 2ഉം കൊടുത്താൽ എന്തായിട്ട് മാറും? 6c. ഇവിടെ 9c ആയിട്ട് വരും. ദെൻ അടുത്തൊരു കൺസെപ്റ്റ് എന്താ വരിക? രണ്ടാമത് 1ഉം 1ഉം നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ 2 + 3 5c എന്ന് വരും. അടുത്തത് 8c എന്ന് വരും. 11c, നിങ്ങൾ കൃത്യമായിട്ട് അത് ഫില്ല് ചെയ്ത് നോക്കുക. 7c, 10c, 13c. ഇങ്ങനെയാണ് അതിൻ്റെ ടേബിൾ ഉണ്ടാവുക. അപ്പോൾ നമ്മൾ കൃത്യമായിട്ട് ആ വാല്യൂസ് ഒന്ന് കൊടുത്താൽ, ഓരോ എക്സിൻ്റെയും അതിൻ്റെ വാല്യൂസ് കൊടുത്താൽ അങ്ങനെ വരും. ഇനി നമുക്ക് സി കണ്ടുപിടിക്കണം. സി കണ്ടുപിടിക്കാൻ നമുക്കറിയാം എപ്പോഴും ടോട്ടൽ പ്രോബബിലിറ്റി എന്തായിരിക്കും? 1 ആയിരിക്കും. അപ്പോൾ ഇവിടെ നമ്മൾ ആഡ് ചെയ്താൽ 3c + 6c, 9c, 18, 23, 31, 42, 49, 59, 72. ആകെ 72 സികളുണ്ട്. അപ്പോൾ 72 സി 1ന് ഈക്വൽ ആണെങ്കിൽ സി ആയിട്ട് എന്ത് വരും? സി = 1/72. അപ്പോൾ സി കിട്ടി 1/72. ഇനിയുള്ള സ്റ്റെപ്പ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മൾ അത് വെച്ചിട്ട് ടേബിൾ ഒന്നുകൂടി മാറ്റി വരയ്ക്കാം. ഈ ടേബിൾ വെച്ചിട്ടാണ് നമ്മൾ ക്വസ്റ്റ്യൻസ് എല്ലാം ചെയ്യുക. അതുകൊണ്ട് എങ്ങനെയാണ് ടേബിൾ വരയ്ക്കുന്നത് എന്നുള്ളത് കൃത്യമായിട്ട് ശ്രദ്ധിക്കുക. എക്സിൻ്റെ വൈൻ്റെ വാല്യൂസ് ഉണ്ട് 0, 1, 2, 1, 2, 3. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നിങ്ങൾ അഡീഷണലായിട്ട് ഒരൊറ്റ കോളം കൂടി ഉള്ള സ്പേസ് അവിടെ വെക്കുക. നമുക്കതിൽ വാല്യൂസ് ആഡ് ചെയ്യാനുണ്ട്, അതുകൊണ്ടാണ്. ഓക്കെ, യെസ്. നമുക്ക് ആദ്യത്തെ വന്നത് 3c ആണ്. 3c എന്ന് പറഞ്ഞാൽ c 1/72 ആയതുകൊണ്ട് 3/72. ഓക്കെ, അടുത്തത് 6/72. ഓക്കെ, അടുത്തത് 9/72, 5/72, 8/72, 11/72, 7/72, 10/72,
13/72. അപ്പോൾ അത് വെച്ചിട്ട് ഇതാണ് നമ്മളുടെ പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ അല്ലെങ്കിൽ ജോയിന്റ് പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറഞ്ഞ ടേബിൾ ഇതാണ്. അപ്പോൾ ഈ ടേബിൾ വരയ്ക്കാൻ പറഞ്ഞാൽ ഇത്രയും നിങ്ങൾ കൃത്യമായിട്ട് വരച്ചു വെക്കുക. ഇനി എങ്ങനെയാണ് ഇതിൽ മാർജിനൽ PMF ഓഫ് എക്സ്? നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം മാർജിനൽ PMF ഓഫ് എക്സ്, എക്സിന്റെ മാർജിനൽ PMF നമ്മൾ ഇങ്ങനെയാണ് ഡിനോട്ട് ചെയ്യുക, P X ഓഫ് എക്സ്. ഇതാണ് മാർജിനൽ PMF ഓഫ് എക്സ്. അതേപോലെ മാർജിനൽ PMF ഓഫ് വൈ എന്ന് പറഞ്ഞാൽ ഇതാണ് PY ഓഫ് വൈ. ഇത് രണ്ടും ഇതിലെങ്ങനെ കണ്ടുപിടിക്കും എന്നുള്ളതാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്. ഇതാ ഇവിടെയുള്ള വാല്യൂ നോക്കുക. അതായത് ഇതാ ഇവിടെ എക്സ് ആണ്. അപ്പോൾ ഇവിടെയാണ് നമ്മൾ PX ഓഫ് എക്സ് എഴുതുക. PX ഓഫ് എക്സ് ഇവിടെ എഴുതും, അല്ലാതെ ഈ എക്സിൻ്റെ താഴെയല്ല. ഇവിടെ എക്സ് ആണെങ്കിൽ ഇവിടെ നമ്മൾ PX ഓഫ് എക്സ് എഴുതും, ഇവിടെ നമ്മൾ PY ഓഫ് വൈ എഴുതും. നമുക്ക് ആൻസർ ചെയ്യാനുള്ള ഒരു എളുപ്പത്തിന് വേണ്ടിയിട്ടാണ്. ഇനി നമ്മൾ എന്ത് ചെയ്യാം, ഇതെല്ലാം ആഡ് ചെയ്യാം. 3/72 + 6/72 + 9/72 18/72. അതിവിടെ ആഡ് ചെയ്തിട്ട് x = 0 എന്ന് പറയുന്നതിൻ്റെ PX ഓഫ് എക്സ്, PX ഓഫ് 0 ആണ് ഇവിടെ വരുന്നത്. ഇത് മൂന്നും ആഡ് ചെയ്താൽ 8 5 13 23 24 24/72. അതേപോലെ ഇത് എത്ര വരും? 30/72. നിങ്ങൾ ചെയ്ത് ശരിയാണോ എന്ന് അറിയാം. ഇത് മൂന്നും ആഡ് ചെയ്താൽ 1 ആവും, കാരണം 24 34 42. ഓക്കെ, 72/72 ഇവിടെ 1 വരും. അതേപോലെ താഴോട്ടും 7 5 12 3 15/72 24/72. അതേപോലെ 33/72. ഇങ്ങനെ നമ്മൾ ടേബിൾ, ഇതാണ് നമ്മളുടെ മാർജിനൽ PMF ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഈ ടേബിൾ വെച്ചിട്ട് തന്നെ ഒന്നുകൂടി ഞാൻ മാറ്റി ചെയ്യുന്നത് നിങ്ങൾ ശ്രദ്ധിക്കുക. മാർജിനൽ PMF ഓഫ് എക്സ്, ഞാൻ PX ഓഫ് എക്സ് കാണാൻ വേണ്ടിയിട്ട് എന്താ ചെയ്യുന്നത്, നമ്മൾ എക്സിൻ്റെ വാല്യൂസും നമ്മളിപ്പോൾ കണ്ടുപിടിച്ച എക്സിൻ്റെ വാല്യൂസും PX ഓഫ് എക്സിൻ്റെ വാല്യൂസ് ഒന്ന് എടുത്ത് ചെയ്ത് എക്സിൻ്റെ ഏതൊക്കെ ആയിരുന്നു? 0 1 2. എക്സ് 0ക്ക് നേരെ വരുന്ന PX ഓഫ് എക്സിൻ്റെ വാല്യൂ എത്രയാണ്? 18/72. അടുത്തത് ഇവിടെ വരുന്ന 1ന് നേരെ വരുന്ന എത്രയാണ്? 24/72. ഇത് എത്രയാണ് വരുന്നത്? 30/72. ഇതേപോലെ നമുക്ക് വൈൻ്റെ എഴുതാം. വൈൻ്റെ എന്താ വരിക? PY ഓഫ് വൈ. ഇതേപോലെ നമ്മൾ വൈൻ്റെ വാല്യൂസ് ഏതൊക്കെയാണ്? 1 2 3. അതിന് നേരെ വരുന്ന PY ഓഫ് വൈ, 1ന് നേരെ വരുന്ന വാല്യൂ എത്രയാണ്? 15/72 24/72 33/72. ഇതിനെയാണ് മാർജിനൽ PMF ഓഫ് എക്സ് എന്ന് പറയുക. ഇതിനാണ് മാർജിനൽ PMF ഓഫ് വൈ എന്ന് പറയുക. അപ്പോൾ ഈ രീതിയിലുള്ള ക്വസ്റ്റ്യൻ ഇവിടെ നമുക്ക് പ്രതീക്ഷിക്കാം. ഇനി വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സംഭവമാണ് ഇൻഡിപെൻഡൻ്റ് ആണോ എന്ന് ചെക്ക് ചെയ്യാൻ. അതിൻ്റെ ഇക്വേഷൻ ഞാനിവിടെ എഴുതി വെക്കുന്നുണ്ട്. നമ്മൾ എങ്ങനെയാണ് നോക്കുക? P ഓഫ് എക്സ് വൈ നമ്മൾ എന്തിന് ഈക്വൽ ആണോ നോക്കും? PX ഓഫ് എക്സ് ഇൻറ്റു PY ഓഫ് വൈക്ക് ഈക്വൽ ആണോ നോക്കും. അതായത് നമ്മൾ ആദ്യത്തെ ഒരു വാല്യൂ എടുത്താൽ ഇവിടെ ആദ്യത്തെ വാല്യൂ എന്ന് പറഞ്ഞാൽ 0 1, അതായത് P ഓഫ് 0 1 എന്ന് പറഞ്ഞാൽ ഇവിടെ എക്സിന് 0 കൊടുക്കണം ഇൻറ്റു PY ഓഫ് 1. P ഓഫ് 0 1 എന്ന് പറഞ്ഞാൽ അതാണ് 3/72. അത് ആരുടെ മൾട്ടിപ്ലിക്കേഷൻ ഈക്വൽ ആവണം? PX ഓഫ് 0 എന്ന് പറഞ്ഞാൽ അവിടെ ഉണ്ട്. അതേപോലെ PY ഓഫ് 1 ഇവിടെ ഉണ്ട്. ഇത് രണ്ടും മൾട്ടിപ്ലൈ ചെയ്താൽ ഈക്വൽ ആവണം. അതായത് 3/72 ആണ് നമ്മുടെ ഫസ്റ്റ് വാല്യൂ. അത് എന്തിന് ഈക്വൽ ആവണം? 15/72 ഇൻറ്റു PX ഓഫ് 0 വരുന്ന 18/72 ആണ്, മറ്റേതാണ് 15/72. ഓക്കെ, അത് 18/72 ഇൻറ്റു 15/72. ഇതെന്തായാലും ഈക്വൽ ആവില്ല, എന്തായാലും തെറ്റും. അതുകൊണ്ട് ഇതെന്തല്ല, ഇൻഡിപെൻഡൻ്റ് അല്ല എന്ന് നമുക്ക് പറയാം. ഒന്നാമത്തത് കറക്റ്റായി എന്ന് വിചാരിച്ച് ഇൻഡിപെൻഡൻ്റ് ആവണമെന്നില്ല. ചിലപ്പം കറക്റ്റ് ആവുന്നത് തെറ്റുന്നത് രണ്ടാമത്തത് മൂന്നാമത്തതായിരിക്കും. നിങ്ങൾക്ക് ഇക്വേഷൻ പഠിച്ചു വെക്കാൻ പറ്റില്ലെങ്കിൽ ഇങ്ങനെ നോക്കാം. ഇവിടെ നമ്മൾ എടുക്കുന്ന ആദ്യത്തെ വാല്യൂ അതിന് കറസ്പോണ്ടിങ് ആയിട്ട് വരുന്ന PYയുടെയും അതിന് കറസ്പോണ്ടിങ് ആയിട്ട് വരുന്ന PXൻ്റെയും മൾട്ടിപ്ലിക്കേഷൻ ഈക്വൽ ആണ്. അപ്പോൾ നമ്മൾ 8/72 ആണ് എടുക്കുന്നതെങ്കിൽ 24/72 ഇൻറ്റു 24/72 8/72 ഈക്വൽ ആണ്. അപ്പോൾ ഇങ്ങനെ ഏതെങ്കിലും എല്ലാം ഈക്വൽ ആയാൽ മാത്രമേ അത് ഇൻഡിപെൻഡൻ്റ് ആവുള്ളൂ. ഒരെണ്ണം തന്നെങ്കിലും തെറ്റിയാൽ ഇൻഡിപെൻഡൻസി നഷ്ടപ്പെടും. അപ്പോൾ ഇതെന്തല്ല, ഇൻഡിപെൻഡൻ്റ് അല്ല, നോട്ട് ഇൻഡിപെൻഡൻറ്റ്. ഓക്കെ, അപ്പോൾ ആ ക്വസ്റ്റ്യൻ അവിടെ പ്രതീക്ഷ. ഇനി ഇതിൻ്റെ മീനും വേരിയൻസും. മീൻ ഓഫ് എക്സ് നമ്മൾ μx എന്നാണ് ഡിനോട്ട് ചെയ്യുക. വളരെ സിമ്പിളാണ്. നമുക്കറിയാം സാധാരണ നമ്മൾ മീൻ കാണാൻ എക്സിൻ്റെ വാല്യൂസും P ഓഫ് എക്സിൻ്റെ വാല്യൂസും മൾട്ടിപ്ലൈ ചെയ്ത് ആഡ് ചെയ്യും. ഇവിടെ അതുപോലെ തന്നെ എക്സിൻ്റെ ഫസ്റ്റ് വാല്യൂ എന്താ? 0. കറസ്പോണ്ടിങ് ഉള്ള PXൻ്റെ വാല്യൂ. അപ്പോൾ നമ്മൾ ഇക്വേഷൻ എഴുതുന്നതിലൊരു മാറ്റമുണ്ട്. സിഗ്മ എക്സ് ഇൻറ്റു PX ഓഫ് എക്സ് ആണ്. എക്സും PX ഓഫ് എക്സും മൾട്ടിപ്ലൈ ചെയ്തിട്ടാണ് ആഡ് ചെയ്യേണ്ടത്. അപ്പോൾ ആദ്യത്തെ എക്സ് 0 ഇൻറ്റു അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള PX ഓഫ് എക്സ് നമുക്കറിയാം 18/72 പ്ലസ് ഇവിടെ നോക്കിയാൽ മതി നമ്മൾ 0 ഇൻറ്റു 18/72 പ്ലസ് അടുത്ത എക്സിൻ്റെ വാല്യൂ 1 ഇൻറ്റു അത് ആ PXൻ്റെ ടേബിൾ നോക്കിയാൽ മതി, കറക്റ്റായിട്ട് കിട്ടും. 1 ഇൻറ്റു 24
1 into 24/72 plus അടുത്തൊരു ക്വസ്റ്റ്യൻ 2 into 30/72. ജസ്റ്റ് ഒന്ന് ആൻസർ ചെയ്താൽ ഏകദേശം നമുക്ക് മീൻ കിട്ടി. 24/72 plus 60 3 into 30 60/72. 60 plus 24 84/72. ഈ രീതിയിൽ നമുക്ക് മീൻ ഓഫ് എക്സ്. ഇതേപോലെ നമുക്ക് മീൻ ഓഫ് വൈ കാണാം. മീൻ ഓഫ് വൈ നമ്മൾ മ്യൂ വൈ എന്ന് പറയും. സിഗ്മ വൈ ഇൻറ്റു പി വൈ ഓഫ് വൈ, നമ്മളുടെ വൈ വാല്യൂസ്. അതിന് 1 ഇൻറ്റു 1ന് കറസ്പോണ്ടിങ് ആയിട്ട് നമ്മുടെ ടേബിൾ നോക്കിയാൽ മതി. 1ന് കറസ്പോണ്ടിങ് ആയിട്ട് പി വരുന്നത് 15/72. അപ്പോൾ 1 ഇൻറ്റു 15/72 പ്ലസ് 2 ഇൻറ്റു 24/72 പ്ലസ് 3 ഇൻറ്റു 33/72. 15/72 പ്ലസ് 48/72 പ്ലസ് 99/72. ഇതിൻ്റെ ആൻസറോട് നമ്മളിവിടെ ഇങ്ങനെ കണ്ടുപിടിച്ചാൽ നമുക്ക് മീൻ ഓഫ് വൈ കിട്ടും. അപ്പോൾ ഇതേ രീതിയിൽ അപ്പം ഈ ഒരു ക്വസ്റ്റ്യനിൽ നമുക്ക് പല ക്വസ്റ്റ്യൻസും ഇവിടെ നമുക്ക് പ്രതീക്ഷിക്കാം. അപ്പം ഇങ്ങനെ ഒരു ഇത് ചിലപ്പോൾ സി ആയിരിക്കില്ല, ചിലപ്പോൾ നിങ്ങൾ കൃത്യമായിട്ട് വാല്യൂ തരും. വാല്യൂ തന്നാൽ പിന്നെ നിങ്ങൾ സി കണ്ടുപിടിക്കേണ്ട, ഡയറക്റ്റ് ടേബിൾ എഴുതിയാൽ മതി. അപ്പോൾ ആ ടേബിൾ ഈ രീതിയിൽ വരയ്ക്കുക. ഈ രീതിയിൽ ടേബിൾ വരയ്ക്കുന്നത് നമ്മൾ ജോയിൻറ്റ് പി എം എഫ് ഓഫ് എക്സ് കോമ വൈ എന്ന് പറയും. എക്സിന് നേരെ പി എക്സ് ഓഫ് എക്സ് ഇവിടെ എഴുതുക, വൈക്ക് നേരെ പി വൈ ഓഫ് വൈ എഴുതുക. ഇതാണ് മാർജിനൽ പി എം എഫ് ഓഫ് എക്സ്, ഇതാണ് മാർജിനൽ പി എം എഫ് ഓഫ് വൈ. ശ്രദ്ധിക്കാം, ഇൻഡിപെൻഡൻ്റ് ആണോ എന്ന് നോക്കാൻ ഈ ഒരു ഇക്വേഷൻ പഠിച്ചു വെക്കുക. അല്ലെങ്കിൽ ഞാൻ പറഞ്ഞ ട്രിക്ക്, നമ്മൾ ഏതാണോ എടുക്കുന്നത് അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള എക്സ് വൈ വാല്യൂസ് മൾട്ടിപ്ലൈ ചെയ്ത് നോക്കുക. ദെൻ മീൻ ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ സിഗ്മ എക്സ് ഇൻറ്റു പി എക്സ് ഓഫ് എക്സ് ആണ്. മീൻ ഓഫ് വൈ എന്ന് പറഞ്ഞാൽ സിഗ്മ വൈ ഇൻറ്റു പി വൈ ഓഫ് വൈ ആണ്. ഇനി ഇവിടെ ചോദിക്കാവുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്, എക്സാമിനൊക്കെ കണ്ടിട്ടുണ്ട്. വാട്ട് ഈസ് പ്രോബബിലിറ്റി ഓഫ് എക്സ് പ്ലസ് വൈ ലെസ് ദാൻ ഓർ ഈക്വൽ ടു 2 എന്നൊക്കെ ചിലപ്പോൾ ചോദിക്കാം. വാട്ട് ഈസ് പ്രോബബിലിറ്റി ഓഫ് എക്സ് പ്ലസ് വൈ ലെസ് ദാൻ ഓർ ഈക്വൽ ടു 2? എക്സ് പ്ലസ് വൈ ലെസ് ദാൻ ഓർ ഈക്വൽ ടു 2 എന്ന് പറഞ്ഞാൽ എക്സിൻ്റെയും വൈൻ്റെയും വാല്യൂസ് നോക്കിയാൽ മതി. എക്സിന് ഏതൊക്കെ വാല്യൂസ് ഉണ്ടായിരുന്നു നമ്മളുടെ ക്വസ്റ്റ്യനിൽ? എക്സിന് നമ്മൾ എടുക്കുന്ന വാല്യൂസ് എന്ന് പറയുന്നത് 0, 1, 2 ആണ്. വൈക്ക് നമ്മൾ എടുക്കുന്ന വാല്യൂസ് 1, 2, 3 ആണ്. അപ്പോൾ ഇതിൽ ആരൊക്കെ വരും എന്നറിയാം, നമുക്കൊന്ന് ചെയ്ത് നോക്കാം. പ്രോബബിലിറ്റി ഓഫ് ആദ്യം എക്സ് 0 എടുത്തു, 0യും 1ഉം ഉണ്ടാവും. കാരണം 0യും 1ഉം ആഡ് ചെയ്താൽ 0 + 1 1 ആണ്, വിച്ച് ഈസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 2. പ്ലസ് അടുത്തതിൽ ആരുണ്ടാവും? പ്രോബബിലിറ്റി ഓഫ് 0, 2 ഉണ്ടാവും. പ്ലസ് പ്രോബബിലിറ്റി ഓഫ് 0, 3 ഉണ്ടാവില്ല. കാരണം എക്സ് 0യും വൈ 3യും ആയാൽ 0 + 3 വരും. 3 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 2 അല്ല. അപ്പോൾ 0ൻ്റെ ആളുകളൊക്കെ കഴിഞ്ഞു. ഇനി 1 എടുത്താൽ പ്രോബബിലിറ്റി ഓഫ് 1 ഉണ്ടാവും. കാരണം 1 + 1 2 ആണ്, ലെസ് ദാൻ ഓർ ഈക്വൽ ടു ആയതുകൊണ്ട്. പിന്നെ 1, 2, 1, 3 ഉണ്ടാവില്ല. ഇനി 2 എടുത്താൽ ആരും ഉണ്ടാവില്ല. കാരണം 2ഉം 1ഉം എടുത്താൽ 2 + 1 3 വരും. പിന്നെ ഉണ്ടാവും ഈ 3 ആൾക്കാർ അതിലുണ്ടാവും. ഇതിൻ്റെ പ്രോബബിലിറ്റി നോക്കിയാൽ മതി. പ്രോബബിലിറ്റി ഓഫ് 0, 1 എന്ന് പറഞ്ഞാൽ എക്സ് 0യും വൈ 1ഉം ആകുമ്പോൾ നമുക്കറിയാം 3/72 പ്ലസ്. ഇനി 0, 2 എക്സ് 0യും വൈ 2 ആകുമ്പോൾ 6/72 പ്ലസ് 1, 1 ആകുന്ന സമയത്ത് എക്സ് 1ഉം വൈ 1ഉം ആണെങ്കിൽ 5/72. നിങ്ങൾ ടേബിൾ നോക്കിയാൽ മതി. ടേബിൾ നോക്കിയാൽ മനസ്സിലാവും. എക്സ് 0യും വൈ 1ഉം ആണെങ്കിൽ 3/72, 0യും 2 ആണെങ്കിൽ 6/72, 1ഉം 1ഉം ആണെങ്കിൽ 5/72. ഓക്കെ, ഇത് ടോട്ടൽ ചെയ്ത് എത്ര വരും? 3 + 6 9 + 5 14, 14/72. ഇതാണ് ഏറ്റവും ഹൈ ലെവലിൽ ഇവിടെ ചോദിക്കാവുന്ന ഒരു ക്വസ്റ്റ്യൻ. ഇതാണ്. ഇത് പല രീതിയിലും എക്സാമിന് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ഒരു ക്വസ്റ്റ്യനിൽ തന്നെ ഞാൻ എല്ലാ കാര്യങ്ങളും ആഡ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾ കൃത്യമായിട്ട് ഡെഫിനിഷൻസ് കൂടുതൽ കാണാതെ പഠിക്കാതെ അത് മനസ്സിലാക്കി എങ്ങനെയാണ് ക്വസ്റ്റ്യനിൽ നമ്മൾ അപ്ലൈ ചെയ്യുന്നത് കൃത്യമായിട്ട് മനസ്സിലാക്കി അതിനനുസരിച്ച് പഠിക്കാം. അപ്പോൾ ജോയിൻറ്റ് പി എം എഫ് ആണ് നമ്മൾ പറഞ്ഞത്. ടേബിൾ കറക്റ്റ് എങ്ങനെയാണെന്നുള്ള ഓർത്ത് വെക്കുക. ടോട്ടൽ പ്രോബബിലിറ്റി എപ്പോഴും 1 ആയിരിക്കും എന്നുള്ളത് ശ്രദ്ധിക്കുക. മാർജിനൽ പി എം എഫ് ഓഫ് എക്സും മാർജിനൽ പി എം എഫ് ഓഫ് വൈയും ശ്രദ്ധിക്കുക. ഇൻഡിപെൻഡൻ്റ് ആണോ എന്ന് ചെക്ക് ചെയ്യുന്നത് എങ്ങനെയാണെന്നുള്ളത് കൃത്യമായിട്ട് നോക്കുക. മീൻ ഓഫ് എക്സും മീൻ ഓഫ് വൈയും നമ്മളെങ്ങനെയാണ് കണ്ടുപിടിക്കുന്നുണ്ട് ഇക്വേഷൻ കൃത്യമായിട്ട് നോട്ട് ചെയ്യാം. ദെൻ ഇത്തരത്തിലുള്ള ക്വസ്റ്റ്യൻ ഇത് ചിലപ്പോൾ 3 ഒക്കെ ചോദിക്കാം. 3 ചോദിക്കുമ്പോൾ കുറച്ചും കൂടി ആളുകൾ കൂടും, അത്രയേ ഉള്ളൂ. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മളുടെ ഫസ്റ്റ് മൊഡ്യൂളിൽ മെയിനായിട്ട് വരുന്നത്. സ്റ്റാർട്ടിങ്ങിൽ നമ്മൾ പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ അതിലേക്ക് കണ്ടുപിടിക്കുന്നത്, മീൻ, വേരിയൻസ്, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്തു. ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ n30ൽ കുറവാണെങ്കിൽ നമ്മൾ ബൈനോമിയൽ യൂസ് ചെയ്യും. അതിൻ്റെ മീൻ വേരിയൻസ് പഠിക്കുക. മീൻ NP ആണ്, വേരിയൻസ് NPQ ആണ്. ദെൻ അതേപോലെ തന്നെ നമ്മൾ അതിനുശേഷം പറഞ്ഞ പോയ്സോൺ ഡിസ്ട്രിബ്യൂഷനിൽ നമ്മൾ അതിൻ്റെ മീനും വേരിയൻസും ലാംഡ വരുന്നുണ്ട്. അതിൻ്റെ P of X പഠിക്കുക, പ്രോബ്ലംസ് പഠിക്കുക. ദെൻ ഈ രീതിയിൽ ബൈ വേരിയറ്റ് 2 വേരിയബിൾസ് വന്നാൽ എന്ത് ചെയ്യും എന്നുള്ളത് കൃത്യമായിട്ട് നോക്കുക. ദെൻ മാക്സിമം ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് ഞാൻ ഒരുപാട് മെറ്റീരിയൽ ഷെയർ തന്നിട്ടുണ്ട്. മാക്സിമം ക്വസ്റ്റ്യൻസ് അതൊക്കെ കൃത്യമായിട്ട് ചെയ്ത് നോക്കുക. പ്രീവിയസ് ഇയർ 2025ൽ ചോദിച്ച ഒരുപാട് ക്വസ്റ്റ്യൻസ്, ഏകദേശം ക്വസ്റ്റ്യൻസ് ഒക്കെ നമ്മൾ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ബാക്കിയുള്ളത് കൂടി നിങ്ങൾ കൃത്യമായിട്ട് ചെയ്യുക. ഓക്കെ, താങ്ക് യു.